നിന്റെ കഷ്ടത മറന്ന, നിന്റെ ഏകാന്തത മറന്ന, നിന്റെ അനാഥത്തെ മറന്ന അവന്റെ വാക്കിനെ നീ പിടിച്ച യേശുവിന്റെ നാമത്തിൽ ഇന്ന് പരക്ഷാമം പറയുന്നു. അവന്റെ വാക്കിനെ നീ ഇറങ്ങി, അവന്റെ വാക്കിനെ നീ ആലോചിച്ചു, അവന്റെ വാക്കൊന്ന് വിശ്വസിച്ച് അവനോട് നീ അടുത്തേ, അവന്റെ ആഗ്രഹങ്ങളെ മനസ്സിലാക്കിക്കേ, അവന്റെ വിളിയൊന്ന് നീ മനസ്സിലാക്കിക്കേ. യേശുവിന്റെ നാമത്തിൽ ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും. ആമേൻ. ഇന്ന് യേശുവിന്റെ വാക്കിന് ആർക്കും വേണ്ട. സ്തോത്രം. വചനത്തില് നിനക്കെന്ത് വേണം? രാജ്യത്തിന്റെ പാതിയോളം തരാം. തരുന്ന കാര്യം ചിന്തിച്ചാ ഇന്ന് ജനം നടക്കുന്നു. ആത്മീയത വേണ്ട, ഉടമസ്ഥന വേണ്ട, ഉത്തരവാദി വേണ്ട, ഉടയവന വേണ്ട. ആരാ ഉടയവൻ? നിനക്ക് ജീവൻ തന്ന യേശു. ആരാണ് നിന്നെ ഈ വഴിയിലേക്ക് ഇറക്കിയത്? യേശു. ആരാണ് ഈ സത്യത്തിനെ പഠിപ്പിച്ചത്? ആ സത്യത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോ ഞാൻ ഒറ്റപ്പെട്ടു പോയി കർത്താവേ, ഞാൻ അനാഥയായി പോയി കർത്താവേ, എനിക്ക് ജീവിത സൗകര്യങ്ങൾ ഇല്ല കർത്താവേ, എന്റെ ഓട്ടം വ്യർത്ഥമായിരിക്കുന്നു കർത്താവേ, കഷ്ടപ്പാടല്ലാതെ എനിക്ക് ഒന്നുമില്ല കർത്താവേ. ആമേ, ഞാൻ ഏകാന്തതയില്ല, ഞാൻ കഷ്ടപ്പാടില്ല, ഞാൻ ശൂന്യതയില്ല. മതി വന്ന് കർത്താവേ. അല്ല ശിവൻ പറയാനില്ല, ഒത്തിരി അധ്വാനിച്ചതാ, ഒത്തിരി ഉറക്കമടഞ്ഞതാ, ഒരു പൂഞ്ഞാൻ പോലും കിട്ടിയില്ല. പല നന്നാക്കുന്നുണ്ട്, ആമേ ക്ലിയർ ചെയ്യാൻ, ജീവിതത്തെ ക്ലിയർ ചെയ്യാൻ ഒത്തിരി ശ്രമിക്കുന്നുണ്ട്, പക്ഷെ ഒന്നുമില്ല. പക്ഷേ കർത്താവേ, നീ എന്റെ പാടകിലിരിക്കുന്നത് പറയാനുണ്ട്. നീ പറഞ്ഞ വാക്ക് ഞാൻ അനുസരിച്ചതല്ലേ? ആമേ, എവിടെന്നാ അനുസരിച്ചത്? ആമേ, ലോകത്തിന്റെ വ്യവസ്ഥയിൽ നിന്ന് കാലയിൽ നാൽപ്പം നീക്ക്. ലോകത്തിന്റെ വ്യവസ്ഥയിൽ ഒത്തിരി പേര് അപ്പം തിന്നാനുണ്ട്, അടിയവൻ കാണാനുണ്ട്. പക്ഷേ ആമേ, ഇത്രയും കഷ്ടപ്പാടോടെ കരയിലെടുത്തെങ്കിൽ എന്നെ ആമേ നീ വിളിച്ച് വേർതിരിച്ച് കരയിൽ നിന്ന് മാറ്റിയില്ലേ? ആമേൻ. അവൻ നിന്നെ വിളിച്ച് കരയിൽ നിന്ന് മാറ്റി, ലോക വ്യവസ്ഥയിൽ നിന്ന് മാറ്റി, ലോകത്തിന്റെ ഇമ്പത്തിൽ നിന്നെ മാറ്റി, ലോകത്തിന്റെ അവസ്ഥയിൽ സമുദായത്തിൽ നിന്ന് നിന്നെ വിളിച്ചിറങ്ങിയവനെ. ആമേൻ കർത്താവേ, നീ എന്റെ പടക് തെരഞ്ഞെടുത്ത് ഏകനെ ഉപദേശിക്കുവാൻ അതുവരെ ഞാൻ കഷ്ടപ്പെട്ടില്ലേ? ഈ പടക് നിവരെ നിർത്താൻ ഞാൻ ഒരുങ്ങിയില്ലേ? ഈ ഓളത്തിന്റെ മുകളിൽ കരയോടടുത്ത് ഓളം കൂടുതലാണ്, അവിടെ അതിന്റെ മുകളിൽ ലെവല് ചെയ്യുവാൻ എന്റെ ജീവിതത്തെ ഞാൻ ക്രമീകരിച്ചില്ലേ? ആമേൻ. ഞാൻ എന്റെ സമയം നഷ്ടപ്പെടുത്തിയില്ല. നീ എന്റെ പടകിൽ ഇരുന്ന് ചിലരെ ഉപദേശിച്ചറിയാം. അവന് പറയാനുണ്ട്. അവൻ കർത്താവിനെ കണ്ടതുകൊണ്ട്, അവൻ എന്റെ പടകിൽ ഇരുന്നത് കൊണ്ട്, അവന്റെ വാക്കിന് ഞാൻ കരവിട്ടതുകൊണ്ട്, അവനിൽ ഞാൻ വിശ്വസിച്ചതുകൊണ്ട്, അവൻ ആഴത്തിൽ തുഴഞ്ഞിട്ട് കിട്ടാതെ ഇവിടെ കൊണ്ടുവന്നത് അവൻ അറിയാതെയല്ല. അവൻ അറിയാതെയല്ല എന്റെ പടക് ശൂന്യമായത്, അവൻ അറിയാതെയല്ല ഞാൻ ഉറക്കം വെച്ചത്, അവൻ അറിയാതെയല്ല ഞാൻ പ്രയത്നിച്ചത്, അവൻ അറിയാതെയല്ല ഞാൻ ചുമ്മാ തുഴഞ്ഞത്, അവൻ അറിയാതെയല്ല ഞാൻ കരയിലെത്തി അവൻ പല നന്നാക്കിയത്, അവൻ അറിഞ്ഞിട്ട് തന്നെയാണ്. അവന്റെ വാക്കാർക്കും വേണ്ട, അവന്റെ വെളിച്ചമാർക്കും വേണ്ട, അവന്റെ വഴിയാർക്കും വേണ്ട. അവൻ ഈഹലോകത്തിൽ കർത്താവ് പറഞ്ഞു, അപ്പം നിന്നുകൊണ്ട് നിങ്ങൾ എന്നെ വിശ്വസിച്ചത്. ഈഹലോകത്തിന്റെ നന്മയ്ക്ക് ഓടി വിരഞ്ഞ ഞാൻ ജനം നടക്കുക. കർത്താവ് പറയാം, നിന്റെ ശൂന്യത മാറ്റണം. അവൻ നിന്റെ അധ്വാന ഭാരം കുറയ്ക്കണോ? നിന്റെ കഷ്ടത മാറ്റണോ? നിന്റെ കടഭാരം മാറ്റണോ? നീ വളഞ്ഞു കിടക്കുന്ന ഈ ആമേ ചുറ്റുപാടുകളെ മാറ്റിത്തരണോ? നിന്റെ കുടുംബത്തിൽ സ്വസ്ഥതയില്ലാത്ത അവസ്ഥ ഉണ്ടെങ്കിൽ ആ ചുറ്റുപാടിൽ നിന്നെ വിടുവിക്കാൻ ഞാൻ ശക്തനാണെന്ന് എന്റെ വാക്കിനെ നീ ഒന്ന് സ്ഥിരപ്പെടുത്തണം. എന്റെ വാക്കിലൊന്ന് ഉറക്കെ, എന്റെ വാക്കിനെ നീ ഒന്ന് കേൾക്ക്. ഇതിനുവേണ്ടി വിളിക്കും, കാര്യങ്ങളൊക്കെ പറയും. എന്നാ ഒന്ന് പ്രാർത്ഥിച്ചേ. ആമേ സ്വോത്രം. ആമേ അധ്വാനിക്കാൻ കഴിയല, ഓടാൻ കഴിയല, ഇരിക്കാൻ കഴിയല, ദൈവസന്നെ വരാൻ കഴിയല.
സ്വോത്രം. ചൊല്ലുവിന് കാര്യം നടക്കണം. നിങ്ങൾക്കെല്ലാം വഴിയുണ്ടല്ലോ, ജീവിക്കാൻ മാർഗത്തിന് പോകണ്ടേ? എന്തുകൊണ്ട് ദൈവം ഇവിടെ കൊണ്ടുവന്നു? ആത്മാവിന്റെ ദാഹം. ആമേൻ. ഹല്ലേലൂയ. സങ്കീർത്തനക്കാരൻ പറയുന്നു, ആമേൻ, എന്റെ ആത്മാവ് വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നു. എന്റെ ആത്മാവ് നിനക്കായി ദാഹിക്കുന്നു. ഒരു ദാഹം നിന്നിലുണ്ടായില്ല. ആത്മശക്തിയുടെ വീര്യത്തിന് വേണ്ടി ഒരു നടപടി ഉണ്ടെങ്കിൽ, ഒരാഴമുറുക്കലുണ്ടെങ്കിൽ, അതിനൊരു ഉത്സാഹമുണ്ടെങ്കിൽ, ദൈവത്തിന് യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. നിറയ്ക്കാതെ വിടുന്ന ദൈവമേ. ആമേൻ. പറയുന്ന കർത്താവ്, മുമ്പേ രാജ്യവും നീതി അന്വേഷിച്ചു. പലവട്ടം ഞാൻ പറയുന്നതാ. ആമേ, രാജ്യവും നീതിയൊന്നും കേൾക്കട്ടെ. ഇവിടെ ചില കാര്യം യേശുവേ സ്തോത്രം. രക്ഷവിശുദ്ധി വിടുതല് മാനസാന്തരം ഒന്നും വേണ്ടെന്നാൽ ഇവിടെ ചില വിടുതൽ. സ്തോത്രം. കുടുംബം കുളം തോണ്ടി കിടന്നെങ്കിൽ ചില വിടുതൽ ഇവിടെ കിട്ടണം. യേശുവേ സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. എന്നാൽ അതല്ല ദൈവം ഉദ്ദേശിക്കുന്നു. നിന്നെ വിളിച്ചതിന് ഉദ്ദേശമുണ്ട്. നിന്നെ ദൈവസന്നിധി കൊണ്ടുവന്നതിന് ഉദ്ദേശമുണ്ട്. ദൈവത്തോട് അടുത്തതിന് ഉദ്ദേശമുണ്ട്. ദൈവത്തിന്റെ വാക്കിനാൽ നീ ഇറങ്ങി ദൈവത്തിന് ഉദ്ദേശമുണ്ട്. അവന്റെ വിളിയാനുള്ള ആശയിക്കലാണ്. അവന്റെ വിശുദ്ധന്മാരിൽ അവന്റെ മഹിമാതനമില്ല. അവന്റെ ബലത്തിന് വ്യാപാര ശക്തിയുടെ അളവന്റെ വലിപ്പമില്ല. സ്തോത്രം. അതൊന്നും ഇന്ന് ആർക്കും വേണ്ട. അതൊന്നും വേണ്ട. കർത്താവ് പറയും, ഞാൻ നിന്നെ നിറയ്ക്കാം. എന്റെ വാക്കിന് നീ ഒന്ന് നീക്കേ. എന്റെ വാക്കിന് വേണ്ടി നീ ഒന്ന് ജീവിക്കേ. എന്റെ വാക്ക് കേട്ടതിന് ശേഷം ഞാൻ പറയുന്ന ഒന്ന് ചെയ്യേ. സ്തോത്രം. എല്ലാവരും അവിടെ വിടുതൽ നടക്കും.